ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിനിമ ടോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ആസിഫ് അലി നായകനായെത്തുന്ന സർക്കിട്ട് എന്ന മൂവിയുടെ റിവ്യൂവിനെ കുറിച്ചാണ്. ഈ സിനിമ ഇന്നാണ് റിലീസ് ചെയ്തത്. ഞാൻ ഇന്നാണ് ഈ പടം പോയി കണ്ടത്. സിനിമ വലിയ പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു സിനിമയാണ്. പിന്നെ അതുപോലെ തന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ നമ്മൾ ഫാമിലി എന്റർടൈൻമെന്റ് ആയിട്ടൊക്കെ ഫാമിലി ആയിട്ട് പോയി കാണാവുന്ന ഒരു സിനിമയാണ്, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. അതുപോലെ തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി ഇന്ന് കാണുക, നല്ലൊരു സിനിമയാണ്. അതുപോലെ തന്നെ കുറച്ച് ഇമോഷണലും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ലാസ്റ്റൊക്കെ കുറച്ച് ഇമോഷണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ലാഗൊന്നും അടിക്കത്തില്ല, തുടക്കം മുതൽ അവസാനം വരെ ഒരു ലാഗും ഇല്ല. നല്ലൊരു സിനിമയാണ്, പോയി കാണുക. പിന്നെ നമുക്ക് പറയാനുള്ള ആസിഫ് അലി ഇതിനകത്തൊരു പയ്യനുണ്ട്, നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അവർ തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ നല്ല. ആസിഫ് അലിയുടെ ഞാൻ പറയാം, മൂന്നാമത്തെ ഹാട്രിക് ഹിറ്റാണ് ഈ മൂവി. അതായത് മൂന്നാമത്തെ ഹാട്രിക് ഹിറ്റിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. അതായത് രേഖാചിത്രം കഴിഞ്ഞു, കിഷ്കിന്ധാന്തം കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഒരു സിനിമയാണ്. അത് മൂന്നാമത്തെ ഫിലിം എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് മൂവിയാണ്. ആസിഫ് അലി കമ്മിങ് ബാക്ക് ആണ്. ആസിഫ് അലി ഇപ്പം നിറഞ്ഞു വരികയാണ്. അദ്ദേഹത്തിനൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്നതായിരിക്കും. ഈ സിനിമയിൽ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. എല്ലാവരും തീർച്ചയായും ഈ സിനിമ പോയി കാണുക. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഈ പടം പോയി കണ്ടപ്പം എനിക്ക് ഈ ട്രെയിലറൊക്കെ വന്നപ്പം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, സിനിമയുടെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് ഈ സിനിമ പോയി കണ്ടപ്പോഴാണ് എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടത്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സിനിമയുടെ ട്രെയിലറിൽ കൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും ഈ സിനിമയുടെ ഓരോ കാര്യങ്ങളൊക്കെ, കഥയൊക്കെ മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമ എല്ലാവരും പോയി കാണുക. കണ്ട ശേഷം ഈ ചാനലിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക, എല്ലാവരുടെയും കമന്റും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ ഗൈസ്. അതുപോലെ തന്നെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.